എല്ലാവർക്കും നമസ്കാരം. കാത്വേൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഏറെക്കുറെ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു അതിപുരാതന ചികിത്സാ രീതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ. പൊതുവെ അക്യുപഞ്ചർ എന്നാണ് എല്ലാവരും പറയുക. ഒരുപാട് സൂചികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സയുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റ ഒരു സൂചി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ചികിത്സയും അക്യുപഞ്ചറിൻ്റെ കൂടെ ഉണ്ട്. അക്യുപഞ്ചറിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കോഴിക്കോട് അക്യുപഞ്ചർ അക്കാഡമിയിൽ നിന്ന് ഉന്നത വിജയം നേടിയ ശ്രീ ഹസൻ കുന്നുംപുറത്തും ഹസൻകായോടൊപ്പം നമ്മളെയൊക്കെ മനസ്സിൽ അക്യുപഞ്ചറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പല രൂപത്തിലും പലപ്പോഴും പല സമയങ്ങളിലും വരാറുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ ഹസൻ കുന്നുംപുറത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശ്രീ ഷാജി പാമ്പ്ളയാണ്. ശ്രീ ഹസൻ കുന്നുംപുറത്തിനും ശ്രീ ഷാജി പാമ്പ്ളയ്ക്കും കാത്വേൻ്റെ സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമസ്കാരം. അസാധ്യമായി ഒന്നുമില്ലെന്ന് നമ്മളെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അത്തരമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മളോടൊപ്പം ഒരു വ്യാപാരിയായി, നമ്മളോടൊപ്പം ഒരു കർഷകനായിട്ട്, നമ്മളോടൊപ്പം ഒരു പൊതുപ്രവർത്തകനായി നമ്മളോടൊപ്പമുള്ള ഹസനിക്ക ഇപ്പോൾ ചികിത്സയുടെ പുതിയ ഒരു വഴികൾ വെട്ടിത്തുറന്നുകൊണ്ടാണ് നമ്മളോടൊപ്പം വന്നിട്ടുള്ളത്. എന്തായാലും ഹസനിക്കക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കാത്വേ ചാനലിന് വേണ്ടി പ്രിയപ്പെട്ട സുഹൃത്ത് ജനാർദ്ദൻ പള്ളിക്കാത്തൊടിയും പ്രിയ സുഹൃത്ത് ഷാജി പാമ്പ്ളിയും ഒരുക്കിയ ഈ ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചതിലേറെ സന്തോഷമുണ്ട്. ഹസനിക്ക ഇപ്പോൾ ചികിത്സയുടെ വഴിയിലാണ്, അക്യുപഞ്ചർ ചികിത്സയുടെ വഴിയിൽ. അപ്പോൾ എങ്ങനെ ഹസനിക്ക ഈ വഴിയിലേക്ക് എത്തി എന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. പ്രിയപ്പെട്ട ഷാജി പറഞ്ഞ പോലെ കഴിഞ്ഞ എൻ്റെ ജീവിതം കർഷകനായിക്കൊണ്ടും ചെറിയ വ്യാപാരങ്ങൾ ചെയ്തുകൊണ്ടും പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിന്നുകൊണ്ടൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പഠനത്തിന് എങ്ങനെ പോയി എന്നാണ് ഷാജി ചോദിച്ചത്. സ്വാഭാവികമായിട്ടും അതെല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകാനുണ്ടായ കാരണം, ആദ്യം എനിക്കൊരു അസുഖം ഉണ്ടായി, ഒരു 5 വർഷങ്ങൾക്കപ്പുറം. ആ അസുഖം വന്നതിന് ശേഷം ഒരുപാട് ചികിത്സകൾ നടത്തി മരുന്നുകൾ കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ടായി. മരുന്നുകൾ കഴിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നുള്ള ചിന്തയിൽ നിന്ന് പല ചികിത്സാ രീതികളും ഞാൻ പരീക്ഷിച്ച് നോക്കി, അന്വേഷിച്ച് നോക്കി. പക്ഷേ അപ്പോഴൊന്നും ഒരു പൂർണ്ണമായിട്ട് മരുന്ന് ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ചികിത്സ അല്ലെങ്കിൽ ചികിത്സയെക്കുറിച്ചുള്ള വിവരം എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ബ്രദറിനിലോ വലിയ ബുദ്ധിമുട്ടുള്ളൊരു അസുഖമായിട്ട് മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ അസുഖമായിട്ട് പോവുകയും അതിനൊരു പ്രതിവിധി ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. വളരെ പ്രയാസകരമേറിയ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വാസ്ഥ്യം ഒരു 2-3 വർഷം നിലനിൽക്കുകയും പിന്നീട് അക്യുപഞ്ചർ ചെയ്തപ്പോൾ അത് മാറുകയും ചെയ്തു. എനിക്കും എന്തുകൊണ്ട് അക്യുപഞ്ചർ ചെയ്തുകൂടാ എന്ന് ഞാൻ നോക്കി. അങ്ങനെ അക്യുപഞ്ചർ ചികിത്സ നടത്തി. അങ്ങനെ നടത്തിയ സാഹചര്യത്തിൽ എനിക്കും അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം ശരീരത്തിന് വന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇത് പഠിച്ചുകൂടാ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സുദിക്കുകയും പ്രായമൊരു പ്രശ്നമല്ല എന്ന് ആ പഠനത്തിന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. അങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങൾക്കപ്പുറം ഞാനും ഈ പഠനത്തിൽ പങ്കാളിയായി. പിന്നീട് ആ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. എക്സാം എഴുതി ആ പരീക്ഷ നല്ല മാർക്കോടുകൂടി പാസ്സാകാനുള്ള സാഹചര്യമുണ്ടായി. അപ്പോൾ ഇനി ചികിത്സിക്കാം എനിക്ക്. അപ്പോൾ ചികിത്സിക്കുക എന്നുള്ളത് അന്നത്തെ നമ്മളെ പഠനത്തിൻ്റെ ആ സമയത്ത് വലിയൊരു
പ്രശ്നമായി തോന്നിയെങ്കിൽ കൂടി അത് പഠനം കഴിഞ്ഞപ്പോൾ, അക്യൂപഞ്ചർ പഠനം കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് ചികിത്സിക്കാൻ പറ്റിയ ഒരു മേഖല, ഒരു ചികിത്സാ രീതിയാണ് എന്ന് മനസ്സിലായി. നമുക്കറിയാം ആയുർവേദ ചികിത്സ, അതല്ലെങ്കിൽ ഹോമിയോപ്പതി ചികിത്സ, യുനാനി ചികിത്സ, നമ്മുടെ അലോപ്പതി ചികിത്സ. അപ്പോൾ ഇത്തരത്തിലൊക്കെ ആളുകൾക്ക് ഏകദേശം ഈ ചികിത്സാ രീതികളെ കുറിച്ച് അറിയാം. അപ്പം ഒരുപക്ഷെ ഈ അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ചിട്ട് വേണ്ടത്ര അറിവ് നമ്മളെ ആളുകൾക്ക് ഇല്ല എന്ന് തോന്നുന്നു. ഈ അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ചിട്ട് ഒരു ചുരുക്കി ഒന്ന് പറഞ്ഞു തരാമോ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ അക്യുപഞ്ചറിനെ കുറിച്ച് അധികം ആളുകൾക്കും അറിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുക ഇത് പഠിച്ച ആളുകളുടെ ഒരു എന്താ പറയുക, അവർക്കുള്ള ഒരു കടമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ അക്യുപഞ്ചർ എന്ന് കേൾക്കുമ്പോൾ വിവിധ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇത് വലിയ സൂചി വെച്ച് ശരീരത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടുള്ള, സൂചി കുത്തി വേദനിപ്പിക്കുന്ന ഒരു ചികിത്സയായിട്ട് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല. ഈ അക്യുപഞ്ചർ ചികിത്സ എന്ന് പറഞ്ഞത് 8000 വർഷങ്ങൾക്കപ്പുറം ചൈനയിൽ ഉടലെടുത്ത ഒരു ചികിത്സാ രീതിയാണ്. താവോയിസം എന്നൊരു ദാർശനിക മതം ചൈനയിലുണ്ട്, എല്ലാവർക്കും അറിയാം. ആ ദാർശനിക മതത്തിൻ്റെ ചിന്തയാണ് ഇത്തരത്തിൽ ഒരു അക്യുപഞ്ചർ ചികിത്സയിലേക്ക് വന്നത് എന്ന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാം. താവോയിസ്റ്റ് മതം, നമുക്കറിയാം ചൈനയിൽ മഞ്ഞ നദീക്കരയിൽ ജീവിച്ചിരുന്ന മഞ്ഞ രാജാക്കന്മാർ, അവരുടെ പഠനവും അതിനെ സംബന്ധിച്ചുള്ള പുസ്തകമൊക്കെയാണ് പിന്നീട് ഈ അക്യുപഞ്ചറിൻ്റെ വിശാലമായിട്ടുള്ള വലിയ തോതിലുള്ള പ്രചാരണത്തിന് കാരണമായത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 8000 വർഷങ്ങൾക്കപ്പുറം ചൈനയിൽ ഈ ഒരു ചികിത്സാ രീതി ഉടലെടുക്കാൻ കാരണമായത് ഫുക്ഷി എന്നൊരു ദാർശനികൻ, അതായത് താവോയിസ്റ്റ് മതത്തിൻ്റെ ചിന്താഗതിക്കാരനായ ഒരു ദാർശനികൻ. അദ്ദേഹം പ്രകൃതിയെക്കുറിച്ച് പഠിച്ചു, ജനങ്ങളെക്കുറിച്ച് പഠിച്ചു, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അദ്ദേഹം ചില ചിത്രങ്ങൾ, ലിഖിതങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അത് രേഖപ്പെടുത്തി. അതാണ് പിന്നീട് ഇതിൻ്റെ അടിസ്ഥാന ശിലയായിട്ട് മാറിയത്, യിങ് യാങ് എന്ന് പറയുന്നത്. ഇപ്പോൾ യിങ് യാങ് തിയറി പഠിപ്പിക്കുന്നുണ്ട്. ചൈനയിലെ മഞ്ഞ നദീക്കരയിലെ ചക്രവർത്തിയായിരുന്ന ഹുവാങ്ഡി ഈ വൈദ്യത്തിൽ വലിയ താല്പര്യമാണ്. ആ താല്പര്യനായ അദ്ദേഹത്തിൻ്റെ കൊട്ടാര വൈദ്യനായ ക്യൂബോയുമായിട്ട് രോഗങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളൊക്കെ തന്നെ പിന്നീട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നെയ്ജിങ് എന്നൊരു പുസ്തകം അക്യുപഞ്ചറിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് രചിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ കൊട്ടാര വൈദ്യരുമായിട്ട് ഹുവാങ്ഡി എന്ന എംപറർ നടത്തിയ പുസ്തകത്തിൻ്റെ പേരാണ് നെയ്ജിങ്. അതിന് 2 ഭാഗങ്ങളുണ്ട്, ലിങ്ഷും സുവനും. അങ്ങനെ അടിസ്ഥാനപരമായ ഈ പുസ്തകങ്ങൾ രേഖപ്പെടുത്തി വെച്ച് അത് പിന്നീട് വളരെയധികം അക്യുപഞ്ചറിൻ്റെ പുരോഗതിക്ക് ഗുണം ചെയ്തു. BC 2697 മുതൽ BC 2596 വരെയുള്ള 100 വർഷ കാലഘട്ടം അക്യുപഞ്ചറിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് അക്യുപഞ്ചറിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ നമ്മൾ ഈ നാട്ടിൽ പ്രചാരത്തിലുള്ള എല്ലാ ചികിത്സാ രീതികൾക്കും പ്രധാന ഘടകം മരുന്നാണ്. അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് മരുന്നില്ല. ഈ മരുന്നില്ലാത്ത ചികിത്സാ രീതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അത് ശരിയാണ്. മരുന്ന് കഴിക്കാതെ എങ്ങനെ അസുഖം മാറുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്. കാരണം നമുക്ക് അതേ അനുഭവമുള്ളൂ. മരുന്ന്, എന്ത് രോഗം വന്നാലും മരുന്നുകൾ കഴിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതു സമൂഹത്തിനുള്ളത്. അതിലപ്പുറം ഒരു ചിന്ത നമുക്കില്ല. ഏത് രോഗം വന്നാലും ഉടനെ മരുന്ന് കഴിക്കുക, മരുന്നില്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചിന്ത അപൂർവം ചിലർക്കേ ഉള്ളൂ. കുറച്ച് ആളുകളൊക്കെ പ്രകൃതി ചികിത്സയുമായിട്ട് പോകുന്നുണ്ട്. അവർക്ക് മരുന്ന് കഴിച്ചാലുള്ള അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആഫ്റ്റർ എഫക്റ്റും സൈഡ് എഫക്റ്റും ഒക്കെ അറിയാം. അപ്പോൾ അത്തരം ആളുകൾ മാത്രം, വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ മരുന്ന് ഉപയോഗിക്കാതെ മുന്നോട്ട് പോകുന്നുള്ളൂ. മറ്റൊന്ന്, നമ്മളെ വീടുകളിലൊക്കെ പണ്ട് വീട്ടമ്മ വൈദ്യം എന്ന രൂപത്തിൽ അമ്മമാർ തയ്യാറാക്കുന്ന ഒരു വൈദ്യങ്ങളുണ്ട്. ചെറിയ പൊടികൾ, ഉലുവ, അതുപോലെ തന്നെ ജീരകം, തുളസി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ചുക്ക്, കുരുമുളകൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടുവൈദ്യം എന്ന രൂപത്തിലൊന്ന് മരുന്നുകൾ ഉപയോഗിച്ചു വന്നു. പക്ഷേ അതൊക്കെ എങ്കിലും മരുന്നുണ്ട്. ഇത് മരുന്നില്ല. അക്യുപഞ്ചർ എന്ന ചികിത്സയ്ക്ക് മരുന്നില്ല. പകരം നമ്മുടെ ഊർജ സഞ്ചാര പാതകളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ഡിസ്ഫങ്ഷൻ,
ആ ഡിസ്ഫങ്ഷനെ ചികിത്സിച്ചുകൊണ്ടാണ് ശരീരത്തിൽ ആകമാനമുള്ള പ്രയാസങ്ങളെ, ഇൻറ്റേർണൽ ഓർഗൻസിനെ നമ്മൾ ചികിത്സിക്കുന്നത്. അയാൾക്കുള്ള ബുദ്ധിമുട്ട് ഒരു നേർത്ത സൂചി കൊണ്ട്, വളരെ മുടിനാര ഇഴ പോലുള്ള ഒരു സൂചി കൊണ്ട് കുത്തിക്കൊണ്ട്, വളരെ കുത്തുക എന്ന് പറയാൻ പറ്റില്ല, സ്പർശിച്ചുകൊണ്ട് ഈ രോഗം സുഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് അക്യുപഞ്ചർ. സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുക, വലിയ സൂചിയാണോ, സൂചി താഴോട്ട് കുത്തി ഇറക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു സ്വാഭാവിക ചോദ്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ തൊലിപ്പുറത്ത് മാത്രം വളരെ നേർത്തൊരു ടച്ച്, ആ സൂചി കൊണ്ട് ചെറിയൊരു സ്പർശനം കൊടുത്തുകൊണ്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത്. അസുഖം എങ്ങനെ മാറുന്നു എന്നാണ്. അസുഖം മാറുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവശക്തിയാണ് ഉത്തേജിപ്പിക്കുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജീവശക്തിയെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ശരീരത്തിൽ ആകമാനുള്ള പ്രയാസങ്ങളെ, രോഗങ്ങളെ ചികിത്സിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് ചികിത്സാ ചിലവുകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് എല്ലാ ചികിത്സാ രീതികളിലും. ഈ അക്യുപഞ്ചർ ചികിത്സയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു രോഗിക്ക് ചികിത്സാ ചിലവുകൾ, അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഈ ചികിത്സാ ചെലവ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മളിന്ന് ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ കരുതുന്ന ഒരു 500 രൂപയിൽ ഒതുങ്ങും എന്നുള്ള ഒരു ചികിത്സ എവിടെയാണെങ്കിലും പോയി കഴിയുമ്പോൾ അത് പല ടെസ്റ്റുകളും മറ്റുമൊക്കെ എഴുതിക്കൊണ്ട് ഒരുപാട് കാശ് വേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ചികിത്സയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നൊരു വിഷയമാണ്. ചികിത്സയെ എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുക. കാരണം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അധ്വാനിക്കുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ ഗൾഫ് മലയാളികൾ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു തുക മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ നമ്മളെ ഓരോ കുടുംബത്തിനും എത്രയാണ് ചികിത്സാ ചെലവ് വരിക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്തൊരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പ്രസവം മുതൽ ഒരു കുഞ്ഞിൻ്റെ ജനനം, ആ കുഞ്ഞിൻ്റെ വളർച്ച, പിന്നെ അവരുടെ വിദ്യാഭ്യാസ കാലം, പിന്നെ യൗവനം കഴിഞ്ഞ് വാർദ്ധക്യം, ഇത് കൂടെ മരുന്ന് വേണം എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇതൊന്ന് ആരും മോചിതരല്ല, എല്ലാവർക്കും ഈ ഒരു സംഭവം അനുഭവിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ചിലവ് എത്ര ചിലവ് വരുമെന്നാണ് ചോദിച്ചത്. എനിക്കതിൽ പറയാനുള്ളത്, അക്യുപഞ്ചർ ചികിത്സാ രീതി ഞങ്ങൾ ചെയ്യുന്നത് സിംഗിൾ നീഡിൽ അക്യുപഞ്ചറാണ്. അതായത് രോഗങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെല്ലാം ഒരു പോയിന്റിൽ ചികിത്സിച്ചുകൊണ്ട് സുഖപ്പെടുത്തുന്ന രീതിയാണ് സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അതേസമയത്ത് മൾട്ടിപ്പിൾ നീഡിൽ, ഒരുപാട് സൂചികൾ പല ഭാഗത്തും, ശരീരത്തിൻ്റെ പല ഭാഗത്തും കൊടുത്തുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. അത് അവർ വാങ്ങുന്ന ഫീസ്, അവരുടെ ചികിത്സാ ചെലവ്, അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അതിൻ്റെ രോഗശമന രീതി, അതൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ചികിത്സാ ചെലവും പറയാം. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഒരു സംഘടനയുണ്ട്, IAPA എന്നൊരു സംഘടന ഉണ്ട്. ആ സംഘടന നിശ്ചയിക്കുന്ന ഫീസ് മാത്രമേ ഈ ആരോഗ്യരംഗത്ത് വാങ്ങാൻ പാടുള്ളൂ. കേരളത്തിൽ നിന്നല്ല, എവിടുന്നും ഇന്ത്യയിൽ ആകമാനം IAPA നിശ്ചയിക്കുന്ന, അതിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ, അവർ പറയുന്ന, ആ സംഘടന പറയുന്ന ഫീസ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവാണ് അതിനുള്ളത്. വളരെ, എനിക്ക് തോന്നുന്നു 200 രൂപയോളം ഉള്ള ചിലവ്. 200 രൂപയാണ് അതിൻ്റെ ഒരു ചിലവ്. ഒരു അക്യുപഞ്ചർ ഹോമിൽ പോയാൽ അതിൻ്റെ ഒരു രോഗിക്ക് ഒരു സമയത്ത് കൊടുക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അതിൽ കൂടുതൽ എവിടെയും വാങ്ങില്ല. അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സൂചി കുത്തുക എന്നുള്ളത് മാത്രമാണ്. ശരിക്കും ഈ സൂചി കുത്തുന്ന രോഗമുള്ള സ്ഥലത്താണോ, എങ്ങനെയാണ് ആ സൂചി കുത്തുന്ന കാര്യങ്ങൾ, അതൊന്ന് വിശദീകരിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, നമ്മളുടെ ഈ ചികിത്സാ രീതി ഇന്ത്യയിലേക്ക് വന്നത് ഇപ്പോൾ ഇത് ഈ അടുത്ത കാലത്തായി പ്രചാരത്തിലെത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനൊരു പ്രചാരം ലഭിക്കാനുണ്ടായ ഒരു കാരണങ്ങൾ, അതൊക്കെ ഒന്ന് അസനക്ക ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. 1980 മുമ്പ് തന്നെ ഇന്ത്യയിൽ അക്യുപഞ്ചർ ചികിത്സ വന്നിട്ടുണ്ട്. പക്ഷേ 1980 ശേഷം 84 കാലഘട്ടത്തിൽ തമിഴ്നാട്ടുകാരായ ഡോക്ടർ ഫസലുർ റഹ്മാൻ MBBS, അദ്ദേഹത്തിൻ്റെ സഹോദരൻ സിദ്ദിഖ് ജമാൽ MBBS, ഇവർ രണ്ടുപേരുമാണ് അക്യുപഞ്ചർ പഠിച്ച് ഇന്ത്യയിൽ കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. അതിന് കാരണമായത് അവർ ചികിത്സിക്കുന്ന ചികിത്സ, അലോപ്പതി ചികിത്സ, ഹോമിയോ ചികിത്സയൊക്കെ അവർ പഠിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ചെയ്തു നോക്കി.
പക്ഷെ ഒരു രോഗിക്ക് പൂർണ്ണമായിട്ട് ശമനം കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുത. എങ്ങനെയാണ് രോഗികൾക്ക് കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള ചികിത്സ കൊടുക്കുക, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചികിത്സ കൊടുക്കുക എന്നുള്ള ചിന്തയിൽ നിന്ന് പൂർണ്ണമായിട്ട് അസുഖം ഭേദമാകുന്ന ഒരു ചികിത്സ എങ്ങനെ കൊടുക്കുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് അവർ ഈ അക്യൂപഞ്ചർ പോയി പഠിക്കുകയും സിംഗിൾ നീഡിൽ അക്യൂപഞ്ചർ ഇന്ത്യയിൽ പ്രചാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ബഹുമാനിയായ ഹീമേശ്വരി മാഡം അവർ ഇത് പ്രചരിപ്പിക്കുകയും അതിനുശേഷം ഇപ്പോൾ തമിഴ്നാട്ടിലെ കമ്പത്ത് അക്കാഡമി നടത്തുന്ന ബോസ് കെ മുഹമ്മദ് മീര സർ എന്ന അക്യൂപഞ്ചർ മാസ്റ്റർ ആണ് ഇതിൻ്റെ പ്രചരണം ഇന്ത്യയിലാകെ കൊണ്ടുവന്നത്. അവിടുന്ന് ഞങ്ങളുടെയൊക്കെ പ്രിൻസിപ്പളായിട്ടുള്ള ബഹുമാനപ്പെട്ട അക്യൂ മാസ്റ്റർ ഷുഹൈബ് റിയാലു സാർ കേരളത്തിലാകെ ഇതിൻ്റെ പ്രചരണം ഏറ്റെടുത്ത് നടത്തുകയും കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഒരു അക്കാഡമി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും അക്കാഡമികൾ ഉണ്ട്. അതിൽ ഞാൻ പഠിച്ചത് കോഴിക്കോട് അക്യൂപഞ്ചർ അക്കാഡമിയിലാണ്. അങ്ങനെയാണ് ഇത് പ്രചരിച്ചു വരുന്നത്. ബഹുമാനപ്പെട്ട അക്യൂ മാസ്റ്റർ ഷുഹൈബ് റിയാലു സാറാണ് ഇപ്പോൾ കേരളത്തിലെ ഈ അക്കാഡമികളൊക്കെ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഇത് കേരളത്തിലും ഇന്ത്യയിലാകെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ, ഇപ്പം മലയാളി ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ ബാഗിലേക്ക് നമ്മൾ ഡ്രസ്സും പേസ്റ്റും ബ്രഷും ഒക്കെ വെക്കുന്ന പോലെ ഒരു ബോക്സ് മരുന്നെടുത്ത് വെക്കണം. അക്യൂപഞ്ചർ ചികിത്സ രീതി ഇല്ല എന്നാണ് പറഞ്ഞത്. അത് വളരെ ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ രോഗികൾ എത്ര കണ്ട് ഇതിൽ സംതൃപ്തരാണ്? എൻ്റെ ഒരു ചോദ്യം അതാണ്. മറ്റൊന്ന്, സാധാരണ രീതിയിൽ നിങ്ങൾ ഈ സൂചി കുത്തുക എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികൾക്കും ഈ നീഡിൽ പ്രയോഗങ്ങൾ നടത്താറുണ്ടോ? അപ്പോൾ അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അക്യൂപഞ്ചർ ചികിത്സ ചെയ്തതിന് ശേഷം ഞാൻ വളരെയധികം സമാധാനത്തോടു കൂടിയാണ് യാത്ര ചെയ്തത്. നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മൾ യാത്ര പോകുമ്പോൾ ആ സമയത്ത് വൈഫ് എന്ത് ചെയ്യും, ഈ അസുഖത്തിന് ശേഷം കുറേ മരുന്ന് ഈ ബോക്സിൽ മരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എടുത്തു വെക്കുമ്പോൾ ഒരു പെട്ടിയായിട്ട് കൂടെ വരും. കൂടെ വന്നിട്ട് ആ പെട്ടി കൂടി വെച്ച് തന്ന് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഓരോ സമയത്ത് വിളിച്ചു ചോദിക്കും. അത് നമ്മൾ യാത്രയുടെ സ്ഥലത്ത് എത്തി അല്ലെങ്കിൽ യാത്രാ സമയത്ത് ഗുളിക കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്ന് നിങ്ങളെ വിളിച്ചന്വേഷിക്കും. ഇത് എൻ്റെ മാത്രം വിഷയമല്ല, പൊതുവെ അസുഖമായിട്ട് മലയാളികളുടെ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു 40-45-50 വയസ്സെത്തിയാൽ ഗുളിക കയ്യിൽ കൊണ്ട് നടക്കാത്ത പേഷ്യൻസ് അല്ലെങ്കിൽ ആളുകളില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ഗുളിക കഴിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷങ്ങൾ ആയിട്ട് ഞാൻ മരുന്നുകളൊന്നും ഈ പറഞ്ഞ പോലെ യാത്രയിൽ കൊണ്ടു നടക്കല്ല, കഴിക്കലുമില്ല. ശരീരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഞാൻ നോക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കറിയാം, നമ്മളെ ശരീരം നമുക്കറിയാമല്ലോ, എല്ലാ തരത്തിലുള്ള സുഖങ്ങൾ, ഭക്ഷണം കഴിക്കാൻ, മറ്റു യാത്ര ചെയ്യാൻ, ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഒരു തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നില്ല. അതാണ് ഒരു വസ്തുത. പിന്നെ മരുന്നില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം എങ്ങനെയെന്നുള്ളതാണ് ഷാജിയുടെ മറ്റൊരു ചോദ്യം. നമ്മൾ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക, എനിക്ക് മരുന്നില്ലാതെ ജീവിക്കാം, ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ജീവിക്കാം എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം വിശ്വാസമാണ്, ആ മരുന്ന് കഴിച്ചാൽ ആ ഗുളിക കഴിച്ചാൽ എനിക്ക് രോഗം മാറും, അസുഖം മാറും എന്നുള്ളത് നമുക്ക് വിശ്വാസമാണ്. എന്നതുപോലെ തന്നെ നമുക്ക് ഈ അക്യൂപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്ത് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഒരു പേഷ്യൻ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു രോഗിക്ക് ഒരു 7 പ്രാവശ്യമെങ്കിലും നമുക്ക് സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ ഡയഗ്നോസിസ് അനുസരിച്ച് 3, 4, 5, 6, 7 തവണ നമുക്ക് എടുക്കേണ്ടി വരും. പിന്നീട് അക്യൂപഞ്ചറിസ്റ്റ് എന്താണോ പറയുന്നത് ആ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത്. എനിക്ക് മനസ്സിലായിടത്തോളം ദീർഘകാലം ചികിത്സിക്കേണ്ട ആളുകൾ ഉണ്ടാകാം, വലിയ അസുഖങ്ങൾ. അപ്പോൾ എന്നാലും ആഴ്ചയ്ക്ക് ചികിത്സ വേണ്ട, പിന്നീട് അവർക്ക് മാസത്തിലോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചികിത്സ മുന്നോട്ട് പോയാൽ മതി. എന്തായാലും ഇതിനൊന്നും കൂടുതൽ പണച്ചെലവില്ല, നല്ല ആശ്വാസം കിട്ടും, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റോ ബുദ്ധിമുട്ടോ ഏതെങ്കിലും പ്രയാസമോ ഒന്നുമില്ലാതെ കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നല്ല ആരോഗ്യവാനായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുകയില്ല. ഇതൊക്കെയാണ് എന്നെ ഇതിലേക്ക് ആകർഷിക്കാൻ കാരണമായി. മറ്റൊന്ന് ഷാജി ചോദിച്ചൊരു ചോദ്യം, കുട്ടികളുടെ അസുഖം എങ്ങനെ, അതിന് സൂചി നീഡിൽ കുത്തുകയാണോ എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികൾക്ക് നമുക്ക് നീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ കരച്ചിലുണ്ടാവും. അത്ര വലിയ വേദന ഒന്നും ഇല്ലെങ്കിൽ കൂടി അവർ നീഡിൽ കൊടുക്കുക എന്നുള്ള കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയ്ക്കോ ഒക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ വിഷയങ്ങൾ ഡിസ്ഫങ്ഷൻ കണ്ടെത്തിയാൽ
ടച്ച് ചെയ്യുകയാണ് ചെയ്യുക. ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അക്യൂപഞ്ചർ പോയിന്റ് കണ്ടെത്തിയിട്ട് അവിടെ വിരൽ കൊണ്ട് ഒരു ടച്ച് കൊടുത്തുകൊണ്ട് സുഖപ്പെടുത്തുന്ന രീതിയാണുള്ളത്. എത്രയോ ആളുകൾ അങ്ങനെ സുഖപ്പെടുന്നത്, എത്രയോ കുട്ടികൾ സുഖപ്പെടുന്നത് അനുഭവസ്ഥനാണ് ഞാൻ. ഈ നമ്മളുടെ ആയുർവേദത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പഥ്യം, അത് നിങ്ങളുടെ ഈ അക്യൂപഞ്ചർ ചികിത്സാ രീതിയിൽ പ്രാബല്യത്തിലുണ്ടോ? അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുഡ് നിയന്ത്രണം ആവശ്യമുണ്ടോ? അക്യൂപഞ്ചർ ചികിത്സയോടൊപ്പം ഇപ്പോൾ ആയുർവേദ ചികിത്സയിലാണെങ്കിലും മറ്റു പല ചികിത്സയിലാണ് പഥ്യമുണ്ട് എന്ന് പറയും. പക്ഷെ അക്യൂപഞ്ചർ ചികിത്സയിൽ അങ്ങനെ ഒരു പഥ്യമില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, രുചികരമായുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ ഒരു ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ളത്ര കഴിക്കാൻ പാടില്ല. അവിടെ ഒരു ലിമിറ്റ്, ആ ലിമിറ്റ് വേണം. നമ്മൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം നിർത്തണം. അയാൾക്കറിയാലോ, വയറ് നിറഞ്ഞാൽ അയാൾക്കറിയാം. അപ്പോൾ ഇഷ്ടമുള്ളത്ര കഴിക്കാൻ പറ്റില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അതാണ് ഒരു പഥ്യവും അക്യൂപഞ്ചറിൻ്റെ ചികിത്സാ രീതിയിലില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ചികിത്സ ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പിന്നെ മറ്റൊന്ന്, രോഗികളോട് ഞങ്ങൾ 4G എന്നൊരു സംഭവം പറയുന്നുണ്ട്. ഈ 4G എന്താണെന്ന് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഭക്ഷണം, വിശ്രമം, വെള്ളവും ഉറക്കമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഞങ്ങൾ രോഗികൾ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. കൂടുതൽ പറയുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും 4G നടപ്പാക്കി കഴിഞ്ഞാൽ അക്യൂപഞ്ചർ രംഗത്തേക്ക് ഇനിയിപ്പോ ചികിത്സാ രംഗത്തേക്ക് ആരും വരില്ല എന്നാണ്. അല്ല, അങ്ങനെയല്ല. നമ്മളെ പറഞ്ഞു കൊടുക്കാം, ഇത് ജനങ്ങൾക്കുള്ളതാണ്. ഇത് മൊത്തം ജനങ്ങൾ അറിയേണ്ട വസ്തുതയും കാര്യങ്ങളാണ്. പക്ഷെ 4G വിശദീകരിക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതായത് 4G എന്ന് പറയുമ്പോൾ അത് 4 ഗോൾഡൻ റൂൾസ് ആണ്, 4 സുവർണ നിയമങ്ങളാണ്. ആ സുവർണ നിയമങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിച്ചാൽ ഷാജി പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അക്യൂപഞ്ചറിൻ്റെ ആവശ്യമൊന്നും വരില്ല, കൂടുതൽ വരില്ല, മറ്റ് ചികിത്സേൻ്റെ ആവശ്യം വരില്ല എന്നുള്ളത് വസ്തുത തന്നെ. എന്തായാലും ഈ ഇന്റർവ്യൂക്ക് ശേഷം 4G എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. തീർച്ചയായിട്ടും ഇന്റർവ്യൂക്ക് ശേഷം ഞാൻ 4G പറഞ്ഞുതരാം. ആ 4G നമ്മൾ പാലിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വ്യതിയാനം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു നമുക്ക് ശരീരം നോക്കിയാൽ തന്നെ മനസ്സിലാവും. 4G എല്ലാവരും ഇതിനോടൊപ്പം പാലിച്ചു പോയാൽ, ഇപ്പം അക്യൂപഞ്ചർ ചെയ്യുന്ന ആളുകൾ മുഴുവനും 4G പാലിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കില്ല. പക്ഷെ നമ്മളത് പറഞ്ഞു കൊടുക്കും, 4G കൂടി പാലിക്കണം കേട്ടോ, പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് വലിയൊരു മാറ്റം വരുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലും സാമ്പത്തികം കണ്ടെത്താനുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉറക്കില്ലാത്ത അവസ്ഥയും ഒക്കെ ഉള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ എല്ലാവരും ചിട്ടയായിട്ട് 4G പാലിക്കുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. പക്ഷേ പാലിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് വലുതാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. എത്ര പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാരും വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും എല്ലാവരും വലിയ ടെക്നോളജിയും വലിയ ടെസ്റ്റുകളുടെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു രോഗനിർണയം നടത്തുന്നത്. ഇത് വെറുതെ ഒരു സ്പർശനം കൊണ്ട് മാത്രം ഈ രോഗം മനസ്സിലാക്കുകയും അതിന് വെറുതെ ഒരു നീഡിൽ ചികിത്സ മാത്രം നടത്തുകയും തന്നെ സാധാരണക്കാരന് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ഈ രോഗ അവസ്ഥ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞു. ഈ ഡയഗ്നോസിസ് സംബന്ധിച്ച ചോദ്യമാണ് വന്നത്. ഇപ്പോൾ നമുക്കറിയാം, അലോപ്പതി ആയാലും വേറെയുള്ള ചികിത്സാ രീതികളൊക്കെ ആണെങ്കിൽ പോലും സ്കാനിങ് അടക്കം മറ്റ് ലാബ് ടെസ്റ്റുകളൊക്കെ അടക്കം രോഗി പോയിട്ട് പരിശോധിച്ച് ഒരു നിഗമനത്തിൽ എത്തുന്ന സമ്പ്രദായമാണ് നമുക്കിപ്പോൾ കണ്ടുവരുന്നത്. ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന് മുമ്പത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, നമുക്ക് വൈദ്യന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്. നമ്മൾ റൂമിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ ആ പേഷ്യൻ്റ് ആരാണ്, അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡോക്ടേഴ്സ് ഉള്ള ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നെന്ന് അറിയാം. ഇയാളുടെ വിഷയം ഇന്നതാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ചെറിയൊരു തുമ്മൽ വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, ചെറിയൊരു കഫക്കെട്ട് വന്നാൽ അപ്പോൾ പലവിധ ടെസ്റ്റിനും വേണ്ടിയിട്ട് എഴുതി വിട്ട് ആ രോഗിയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതെന്താവട്ടെ, അത് നമുക്ക് നമ്മുടെ ഒരു ഭാഗമല്ലത്, എങ്കിൽ കൂടി ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമുക്കിപ്പോൾ ഡയഗ്നോസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പൊതുവേ ഉള്ളൊരു ചോദ്യം. അതായത് ഈ രോഗിയെ പഠിക്കാൻ നമ്മൾ ഈ ഡയഗ്നോസിസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൾസ് നോക്കിക്കൊണ്ട്, മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു പൾസ് നോട്ടൊക്കെ ഉണ്ടായിരുന്നു, പൾസ് നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് അയാളുടെ ഇന്ന പൊസിഷനിലാണ് വിഷയമെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം ഈ രോഗി പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും
നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ചികിത്സകൻ എന്ന രൂപത്തിൽ എൻ്റെ അടുത്ത് ആളുകൾ വന്നാൽ, അല്ലെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ വീണ്ടും വരണമെങ്കിൽ അയാൾക്ക് അസുഖം മാറണം. അതെ അതെ അതെ. അയാൾക്ക് അസുഖം മാറാതെ വരില്ല, അല്ലെങ്കിൽ അസുഖം മാറിയ ആൾ മറ്റൊരാളോട് പറയാതെ വരില്ല. അപ്പോൾ രോഗം മാറുന്നുണ്ട് എന്നുള്ളത് അത് നിഷേധിക്കാനാവാത്തൊരു വസ്തുതയാണ്. എത്രയോ ആളുകൾ സുഖപ്പെട്ടു പോകുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഡയഗ്നോസിസ് നടത്തിയ അക്യൂപഞ്ചറിസ്റ്റുകൾ ഡയഗ്നോസിസ് നടത്തി കൃത്യമായിട്ട് കണ്ടെത്തി അദ്ദേഹത്തിന് ഏതാണോ ഡിസ്ഫങ്ഷൻ, അദ്ദേഹത്തിൻ്റെ ശരീരത്തുള്ള ഏത് ഭാഗത്താണോ പ്രയാസം, ആ പ്രയാസത്തിൻ്റെ ഒരു പോയിന്റ് കണ്ടെത്തുകയും ആ പോയിന്റിൽ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് അക്യൂപഞ്ചറിലുള്ളത്. അത് ഏറ്റവും വിജയകരമാണ്. നമുക്ക് അത്തരം ആളുകളെ അക്യൂപഞ്ചർ ചികിത്സ കൊണ്ട് രോഗം ഭേദപ്പെട്ട എത്രയോ ആളുകളെ നമുക്ക് നേരിൽ കാണുവാനും സന്ദർശിക്കുവാനൊക്കെ സാധിക്കും. അവരൊക്കെ തുടർന്നു പോകുന്നുണ്ട്, അവർ മറ്റു മരുന്നുകളൊക്കെ നിർത്തി തുടർന്നു പോകുന്നുണ്ട്. വിജയകരമായിട്ട് അവരുടെ ജീവിതം നയിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ ഈ രോഗികള് ഒരു നല്ലൊരു ശതമാനം രോഗികളും ഒരു സ്വയം ചികിത്സ യൂട്യൂബിൽ നോക്കി എനിക്കൊരു വയറുവേദനയുണ്ട്, അല്ലെങ്കിൽ ഒരു ബിരിയാണി തിന്നു കഴിഞ്ഞാൽ കയ്യിൻ്റെ ഇവിടുന്ന് ഒരു വേദന വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം ഒരു മാനസിക പ്രശ്നങ്ങൾ കുറച്ച് പേരുണ്ട്. അതേമാതിരി ഓരോ OPയിലും ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്ന 100 പേഷ്യന്റില് ഒരു 10 പേരൊക്കെ യഥാർത്ഥ രോഗികളുള്ളൂ എന്ന് എൻ്റെ സുഹൃത്തായ ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബാക്കി 90 പേരും ഇത്തരത്തിലുള്ള ഒരു സംശയരോഗവുമായിട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് എന്ത് മരുന്ന് കൊടുത്താലും മാറും. അത്തരത്തിൽ നമ്മളെ അക്യൂപഞ്ചർ ചികിത്സയില് ആളുകൾ ഇതൊരു മാനസികമായിട്ട് സുഖപ്പെട്ടു എന്നുള്ള ഈ മന്ത്രവാദികളുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചില മാനസിക ഉല്ലാസങ്ങളുണ്ടല്ലോ, മാനസികമായിട്ട് അവർ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അത്തരത്തിൽ ചില വാദം ഈ അക്യൂപഞ്ചർ ചികിത്സയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോ കൃത്യമായിട്ട് അതില് അസർഖാന്റെ ഒരു അഭിപ്രായം എന്താണ് ഈ വിഷയം? അപ്പോൾ പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാൽ അത് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അധികം ആളുകൾക്കും എനിക്ക് രോഗമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുമാത്രമല്ല, ഈ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ യൂട്യൂബ് അതുപോലെ തന്നെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് രോഗങ്ങളൊക്കെ അറിയാമായിരിക്കും. എൻ്റെ രോഗം എന്താണ്, ആ രോഗം മാത്രമല്ല എന്ത് ഗുളികയാണ്, എന്ത് മരുന്നാണ്, എന്ത് ടാബ്ലറ്റ്സ് ആണ് കഴിക്കേണ്ടത് എന്ന് പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള വിദ്യ നേടിയ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അവർ സെർച്ച് ചെയ്യും. എൻ്റെ ഒരു ഉണൽ കണ്ടാൽ, ഒരു ചെറിയ മറുക് കണ്ടാൽ, ഏതെങ്കിലും തരത്തിലുള്ള പാട് കണ്ടാൽ, അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും വേദന കണ്ടാൽ അപ്പം സെർച്ച് ചെയ്യലായി ഇതെന്താണ്. അവർ തന്നെ ഡോക്ടറെ മുമ്പിൽ എത്തിയിട്ട് പറയും, ഡോക്ടറെ എനിക്കിതാണ്, എനിക്ക് ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ട്, എൻ്റെ ക്രിയാറ്റിൻ മൂത്രത്തിൽ പതയുണ്ട്, ക്രിയാറ്റിൻ കൂടുതൽ കാണുന്നു എന്നൊക്കെയുള്ള കൃത്യമായുള്ള വിവരം അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എങ്കിൽ പോലും ഷാജി പറഞ്ഞ പ്രകാരം എല്ലാം രോഗമല്ല, കുറച്ചൊക്കെ ഈ മാനസികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൈക്കോസൊമാറ്റിക് ഡിസോർഡറാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗമാണോ മാറുന്നത് എന്നാണ് ഇപ്പോൾ അക്യൂപഞ്ചർ ചികിത്സ എടുത്താൽ ഭേദമാകുന്നത് എന്നാണ് ചോദ്യം. പക്ഷേ അതല്ല സത്യം. ഇപ്പോൾ കഴുത്തിലൊരു മുഴയുണ്ട്, അല്ലെങ്കിൽ കയ്യിലൊരു പ്രശ്നമുണ്ട്, വേദനയുണ്ട്, ശക്തമായ വേദനയുണ്ട്, മുഖത്തെന്തെങ്കിലും പാടുകളോ വികൃതമായ അവസ്ഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അക്യൂപഞ്ചർ കൊണ്ട് മാറുന്നത് നമ്മൾ കാണുന്നതാണ്. കാലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ആന്തരിക അവയവത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ട്, ഈ പ്രയാസങ്ങളൊക്കെ തന്നെ മാറുന്നത് ഒരിക്കലും സൈക്കോസൊമാറ്റിക് ഡിസോർഡർ അല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രവാദികൾ ചെയ്യുന്ന പോലെ അതൊരു തോന്നൽ മാത്രം, പ്ലസിബോ എന്ന് പറയും. പ്ലസിബോ അല്ലാതെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന രോഗങ്ങൾ പോലും അക്യൂപഞ്ചറിലൂടെ മാറി വരുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ ഒരിക്കലും അത് പ്ലസിബോ അല്ല, കൃത്യമായിട്ടുള്ള ശാസ്ത്രമാണ്. അക്യൂപഞ്ചർ സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൻ്റെ പിൻബലം ഇതിനുണ്ട്. അപ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ പിൻബലം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇതിന് പഠിക്കാൻ പോകുന്നത്. അക്യൂപഞ്ചർ സയൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണ രീതിയിൽ ഈ അക്യൂപഞ്ചർ ചികിത്സ ഏതൊക്കെ രോഗങ്ങൾക്കാണ് കൂടുതൽ ഫലപ്രദം, അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. മനുഷ്യന് ഒട്ടേറെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പോൾ അക്യൂപഞ്ചർ ചികിത്സ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾ വന്നൊരു കൈവേദനയ്ക്കാണ്, അല്ലെങ്കിൽ കാൽവേദനയ്ക്കാണ്, പക്ഷേ അദ്ദേഹം അത് ചികിത്സിച്ച് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറയാത്തതായിട്ടുള്ള രോഗം പോലും സുഖപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അക്യൂപഞ്ചറിൻ്റെ സിംഗിൾ നീഡിൽ അക്യൂപഞ്ചറിൻ്റെ പിതാവായിട്ടുള്ള വൈപ്പിംഗ് പറഞ്ഞിട്ടുണ്ട്, എ സിംഗിൾ നീഡിൽ ക്യാൻ ക്യൂർ മോർ ദാൻ 10,000 ഡിസീസ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു സൂചിമുന കൊണ്ട്
10,000-ത്തിലധികം അസുഖങ്ങൾ മാറ്റാൻ ഇതിന് സാധിക്കും എന്നൊരു തത്വം ഇതിലുണ്ട്. അതുകൊണ്ട് ഇന്ന അസുഖം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ രോഗി അനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും മാറാൻ ഈ അക്യുപഞ്ചർ കൊണ്ട് കഴിയും. അസനക, ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണേ ഈ ചിത്രം വരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു അക്യുപഞ്ചർ ചികിത്സയിലേക്ക് വന്നാൽ എന്താണെന്നുള്ളത്. അപ്പം എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇപ്പം ഈ കാലഘട്ടത്തിലും അസനക്ക പോയിട്ട് 50കൾക്ക് ശേഷമാണ് അസനക്ക പോയിട്ട് ഈ അക്യുപഞ്ചർ ഡോക്ടർ ആകുന്നത്. അപ്പോൾ എന്താണ് ഞങ്ങളെപ്പോലെ ഇതിൽ താല്പര്യമുള്ളവർക്ക് മരുന്നൊന്നുമില്ലാത്ത ഒരു ചികിത്സ നമ്മളെ സമൂഹത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താണ്, എങ്ങനെയാണ് ഇതിന് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു താല്പര്യം സ്വാഗതം ചെയ്യുക, അക്യുപഞ്ചറിനെ അടുത്തറിയുക, മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ചോദിക്കുക. ഇതാണ് എന്നെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അതായത് അക്യുപഞ്ചർ പഠിച്ച ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടുന്ന് ഉണ്ടായത്. എങ്ങനെയാണിത് പഠിക്കുക, എങ്ങനെയാണ് ആ പഠനത്തിലേക്ക് വരാൻ സാധിക്കുക? ഒരു കുടുംബത്തിൽ ഒരു അക്യുപഞ്ചർ പഠിച്ച ആളുണ്ടെങ്കിൽ ഒരു ജീവിതശൈലി തന്നെ അവിടെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അക്യുപഞ്ചറിനോടൊപ്പം നല്ലൊരു ജീവിതശൈലി. ഇപ്പം നമുക്കറിയാം, നമുക്ക് വരുന്ന ഒരുപാട് രോഗങ്ങൾക്ക് പ്രധാന കാരണം ജീവിതശൈലിയാണെന്ന് നമുക്ക് പറയാം. ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്താണ്, എങ്ങനെ ലൈഫ് വരുമ്പോഴാണ് ഡിസീസായി മാറുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പം നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. മാറ്റൽ എന്താണ്? നമ്മൾ കുറേയൊക്കെ രാവിലെ ഓടണം, വ്യായാമം ചെയ്യണം, ഭക്ഷണം കുറയ്ക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അക്യുപഞ്ചർ പഠിച്ച ആളുകളാണ്. അങ്ങനെ ലൈഫ് സ്റ്റൈൽ മാറ്റുമ്പോൾ അദ്ദേഹത്തിന് പ്രമേഹം, പ്രഷർ, തൈറോയ്ഡ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നോക്കുക തത്വം നമുക്ക് പൊതുവായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നേരത്തെ തന്നെ അക്യുപഞ്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. എങ്ങനെ പഠിക്കാമെന്നുള്ള ചോദ്യത്തിന് ഞാൻ പഠിച്ചത് കോഴിക്കോട് അക്യുപഞ്ചർ അക്കാഡമിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്യു മാസ്റ്റർ ബഹുമാനപ്പെട്ട ഷുഹൈബ് റിയാലു സാറാണ് അവിടെ പ്രിൻസിപ്പൾ. കേരളത്തിലെ മറ്റു ഒരുപാട് സ്ഥാപനങ്ങൾ, അക്കാഡമികൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും തലവൻ അദ്ദേഹം തന്നെയാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ പോയിട്ട് പഠിക്കാം. +2 യോഗ്യതയാണ് അടിസ്ഥാന വിദ്യാഭ്യാസം. ഒട്ടേറെ കുട്ടികൾ, കേരളത്തിലെ ഒട്ടനവധി ആളുകൾ അവിടെ വന്നിട്ട് അക്യുപഞ്ചർ പഠിച്ച് പോകുന്നുണ്ട്. പല ആളുകളും ചികിത്സയ്ക്കല്ല, ഈ അക്യുപഞ്ചറിനെ അടുത്തറിയുക, മനസ്സിലാക്കുക, തങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു ജീവിത വ്യതിയാനം ഉണ്ടാക്കുക എന്നുള്ള രൂപത്തിൽ പോലും പഠിച്ചു പോകുന്ന എത്രയോ ആളുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ചികിത്സാ രംഗത്ത് വരുന്ന ആളുകൾക്ക് ഒരുപാട് എന്താ പറയുക, പ്രാക്ടീസുകൾ അവിടുന്ന് നൽകുന്നുണ്ട്. നമുക്ക് മതിയായ തരത്തിലുള്ള ശാരീരിക വിഷയങ്ങളും ശാരീരിക പ്രശ്നങ്ങളും രോഗങ്ങളും അനാട്ടമിയും എല്ലാം പഠിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ചികിത്സ എങ്ങനെ നടത്തണം എന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് അക്കാഡമിയിൽ പോയിട്ട് ചേർന്ന് പഠിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ വലിയൊരു വ്യതിയാനം നമുക്ക് സംഭവിക്കും, കുടുംബത്തിൽ വലിയൊരു വ്യതിയാനം സംഭവിക്കും. ഒരു ചികിത്സകനായിട്ട് ഇരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും അറിവും നമുക്ക് അവിടുന്ന് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശ്വാസത്തിലുള്ള ഒരു സ്ഥാപനമായിട്ട് ഇന്ന് അക്യുപഞ്ചർ അക്കാഡമി മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ചിട്ട് വളരെ അടുത്ത് അറിയാൻ കഴിഞ്ഞു. ഒരുപാട് രോഗികൾക്ക് മരുന്നില്ലാത്ത അക്യുപഞ്ചർ ചികിത്സയുടെ ഗുണം ലഭിക്കട്ടെ, ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാൻ അസനക്കക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒട്ടേറെ കാര്യങ്ങൾ അക്യുപഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. എങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സംതൃപ്തിയുണ്ട്. ഏതായാലും ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി, അക്യുപഞ്ചറിനെ അടുത്തറിയുക എന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസർ ജനാർദ്ദൻ പള്ളിക്കത്തോടിയോടും ആങ്കർ പ്രിയപ്പെട്ട ഷാജിയോടും ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത് കാണുന്നവരോടും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു നിർത്തുന്നു. ഇത്ര നേരം നമ്മൾ അക്യുപഞ്ചർ എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും കേട്ട് കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അക്യുപഞ്ചർ ഇത്രയും പുരാതനമായൊരു ചികിത്സാ രീതി ആയിരുന്നോ, ഇതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയങ്ങളൊക്കെ ഏറെക്കുറെ നമുക്ക് തീർന്നു കിട്ടി. ഇനിയും അക്യുപഞ്ചറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാനുണ്ട്. ഈ അവസരത്തിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം
ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.